ഇന്ന് നേഷൻ ഫെസ്റ്റിൽ എന്നോടൊപ്പം അതിഥിയായുള്ളത് ഇടത് സഹയാത്രികനായ ഷാജി പാണ്ഡ്യാലയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മോഹൻലാലിന്റെയും ഇന്റർവ്യൂ ആണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് 2008 ഇത്തരത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇത്തരത്തിൽ മോഹൻലാൽ ചെയ്തിരുന്നു. അതിന്റെ പേരും നമ്മുടെ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഇന്റർവ്യൂവിന്റെ പേരും ഒന്ന് തന്നെ എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ഇരുവർ എന്നാണ് ഈ രണ്ട് ഇന്റർവ്യൂയുടെയും പേരെന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ ഇടതും വലതും സൈബർ പോരാട്ടം നടത്തുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM-ന്റേത് പൂർണ്ണമായും PR ആണെന്നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അന്നത്തെ ഇന്റർവ്യൂ PR അല്ല എന്നും വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ CPM-ന്റേത് PR തന്നെയാണോ? അത് PR ആണെന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഒരു കേരള ജനത എങ്ങനെയായാൽ പോലും അടിച്ച് പുറത്താക്കാൻ പൊതുജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുജനം തീരുമാനിച്ചിട്ടുള്ള നിലവിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് അവസാനത്തെ അഭയകേന്ദ്രം എന്ന നിലയിലാണ് ഈ പറയുന്ന ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടീസർ, പുറത്തിറങ്ങിയ ടീസർ ഞാൻ കണ്ടതാണ്. ആ കണ്ടതിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന സംഭവം അടിച്ച് പുറത്താക്കാൻ നിശ്ചയിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമാണിത്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ഘടകം എന്താന്ന് പറഞ്ഞാല്, മോഹൻലാലിനെ പോലെ വളരെ പോപ്പുലറായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു നടന്റെ ഒരു ഇന്റർവ്യൂവിലൂടെ അദ്ദേഹത്തിന്റെ ഫാൻസുമായി ബന്ധമുള്ളവരുടെ വോട്ടെങ്കിലും തനിക്ക് എറണാകുളം ജില്ലയിലെങ്കിലും പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള വൃഥാവിലായ ഒരു അന്വേഷണമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ടീസറിലൂടെ നടത്തുന്നതെന്നുള്ളതാണ്. നമ്മളത് തിരിച്ചറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് പറഞ്ഞാല്, ഈ ടീച്ചറിനകത്ത് വന്നിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഏതാന്ന് പറഞ്ഞാൽ, സിനിമ കാണാറുണ്ടോ നിങ്ങൾ? സിനിമ കാണാറുണ്ടല്ലോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് പടം കാണാറുണ്ട്, രജനീകാന്തിന്റെ പടമാണ് കാണുന്നത്, ആക്ഷൻ പടങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇഷ്ടം എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു കുനിഷ്ഠ ചോദ്യം എന്ന വ്യാജേന, നിഷ്കപടമെന്ന വ്യാജേന മോഹൻലാൽ സ്വസിദ്ധമായ ഒരു അരചിരിയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ആക്ഷൻ പടങ്ങൾ ജീവിതത്തിൽ പകർത്താൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആ ചോദ്യത്തിൽ നിന്ന് വളരെ കൃത്യമായി എന്നല്ല, അയാൾ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഈ ചിത്രം ഇത് കാണുന്നതിലൂടെ ഇയാളെ വീരനായകനായി കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ മനസ്സിലെന്താണ് വികാരം ഉണ്ടാവുക? എന്താ വികാരം ഉണ്ടാവുക? ബ്രണ്ണൻകോടയിലെ വീരസാഹസിക കഥയും ഞാൻ പ്രത്യേകമായ റിയാക്ഷൻ കാണിച്ചപ്പോ ബാലൻ പറഞ്ഞു, ബാലൻ എന്ന് പറഞ്ഞ AK ബാലെ പടിബുദ്ധി, ഈ ബാലൻ പറഞ്ഞു വേണ്ട വിജയ. അപ്പോഴേക്കും അതിന്റെ ആക്ഷൻ ഇവിടുന്ന് കാണുമ്പോഴത്തേക്ക് തന്നെ അപ്പുറത്തുള്ള ആൾ താഴെ വീണിട്ടുണ്ടായിരുന്നു. ഈ മാതിരി വലിയ ബടായി വിട്ടിരിക്കുന്ന ഒരാളാണ് ഈ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയാൻ നിസ്സഹായനായി അതിനകത്ത് നിൽക്കുന്നത്. ഇതാണ് ഈ ടീച്ചറിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. ദേശാഭിമാനി പത്രത്തിനകത്ത് ഇതിന്റെ ഒരു പരസ്യത്തിന് സമാനമായ രീതിയിൽ ഒരു എന്താ പറയാ ഒരു ഇൻബോക്സിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പത്രത്തിനകത്ത്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു ചർച്ച ചെയ്യുന്ന, തുറന്നു പ്രതിപാദിക്കപ്പെടുന്ന, മറയില്ലാതെ തുറന്ന് സംസാരിക്കുന്ന ഒരു ടീച്ചറാണെന്നാണ്. അതിന്റെ ഒരു ലക്ഷണവും ഞാൻ ഈ പറയുന്ന സാധനത്തിൽ അത് കണ്ടിട്ടുമില്ല. പിന്നീട് വരുന്ന വരുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ തരത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും, എന്നാൽ ഞാനിങ്ങനെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന വൃഥാവിലായ ശ്രമത്തിന്റെ ഒരു പരിഹാസ്യമായ സംഭവമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ടീച്ചർ എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ കണ്ടിരിക്കുന്ന സിനിമക്കകത്ത് ഏതെങ്കിലും ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം, നാട്ടുകാരും കാണാത്തതാണ് പൊതുവിൽ ഇയാളെ ചിരി എന്നല്ല ഞാൻ വിളിക്കാറുള്ളത്, അതെന്തോ ആട്ടെ, ചിരിച്ചോട്ടെ അയാൾ പറയുന്ന ഒരു മറുപടി എന്താണെന്ന് പറഞ്ഞാല്, അത് എത്രയുണ്ട് അതിൽ ദാസനും വിജയനും ഒരു കമന്റ് പറയുന്നു. ഈ ദാസനും വിജയനും എന്ന സംഭവത്തിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആരാന്ന് പറഞ്ഞാൽ പാട്യം ശ്രീനിവാസൻ എന്ന ഒരു ശ്രീനിവാസനാണ്. ഈ ശ്രീനിവാസൻ എങ്ങനെയാണ് സംഭാഷണ മധ്യേ ഇതിനകത്ത് കടന്നു പോകുന്നത്? ശരിക്കും എന്തുകൊണ്ടാണ് ശ്രീനിവാസൻ കടന്നു പോകുന്നത്? ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ വാസ്തവത്തിൽ ആരാണ്? ഇവിടുത്തെ പാട്ടത്തുകാരനായിരിക്കുന്ന വളരെ ഗ്രാമീണനായിരിക്കുന്ന ഒരു നടനും ഒരു സംവിധായകനും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാമായി തീർന്നിരിക്കുന്ന നടനാണ് ഈ വാസ്തവത്തിൽ ഈ പറയുന്ന ശ്രീനിവാസൻ. ഈ ശ്രീനിവാസന്റെ സ്വീകാര്യത എന്ന് പറയുന്ന സംഭവം എവിടെയാണ്? ശ്രീനിവാസന്റെ സ്വീകാര്യത എന്ന് പറയുന്ന സംഭവം സന്ദേശം എന്ന് പറയുന്ന സിനിമയാണ്. ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ചതിലൂടെ ഇടത് രാഷ്ട്രീയത്തിന്റെ പേരിൽ കാപട്യം നടത്തുന്ന മുഴുവൻ ആളുകളെയും അയാൾ എക്സ്പോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളിൽ പെട്ടിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നയാള്.
ഇനി ഇതിന്റെ മറ്റൊരു ചിത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ അത്യുജ്വല നടൻ ക്യാരക്ടർ റോൾ ചെയ്യുന്നിരിക്കുന്ന ആള് ഒരു എന്താ പറയാ ആക്ടർ എന്ന നിലയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഇതെല്ലാം അതിപ്രകാരമായിട്ടുള്ള ഗംഭീരമായിരിക്കുന്ന പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നയാൾ. അയാൾ വളർന്ന ചുറ്റുപാടിനകത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഉച്ചുമൽ ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണിമാഷ്. ഈ ഉണ്ണിമാഷ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കടുത്ത പ്രവർത്തകനാണ്. അതിനകത്ത് ടഫായി നിൽക്കുന്ന ഒരാളാണ്. CPIയുടെ പ്രവർത്തകനാണ്. ഈ CPIയുടെ പ്രവർത്തകനായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ശ്രീനിവാസന്റെ അച്ഛൻ ഉണ്ണി മാസ്റ്റർ ഒരു ബസ് വാങ്ങാൻ തീരുമാനിച്ചു. ഈ ബസ് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ബസ് വേണ്ട എന്നാണ് പൊതുവിലെ ആളുകളുടെ എല്ലാം പൊതു താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഉണ്ണി മാഷ് വാങ്ങിക്കാൻ തീരുമാനിക്കപ്പോൾ ഇദ്ദേഹവുമായി NE ബലറാം, സഖാവ് NE ബലറാം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമുന്നതനായ നേതാവ്, പിണറായിക്കാരനായിരിക്കുന്ന NE ബലറാമുമായി നേരിട്ട് ബന്ധമുള്ളതുകൊണ്ട് അയാൾ പാട്ട് നേരെ പോയി എന്ന് പറഞ്ഞാൽ NE ബലറാമിനെ കണ്ടുപോയിട്ട് കാര്യങ്ങൾ പറയും. ബസ് ഇപ്പോ സാധാരണ നിലയിൽ ഒരു ബസ് സ്കൂൾ അധ്യാപകനായിരിക്കുന്ന ഒരാൾക്ക് വാഹനം ബസ് നടത്തിപ്പിക്കുക എന്നത് അത്ര പ്രായോഗികമല്ലാത്തതുകൊണ്ട് NE ബലറാം നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. നിരുത്സാഹപ്പെടുത്തപ്പോ ഈ പട്ടത്തിയുടെ അച്ഛൻ ഉണ്ണി മാഷ് NE ബലറാം, ഓഹോ നിങ്ങളും കൂടി എല്ലാവരും ചേർന്ന് പ്ലാൻ ഇട്ടിട്ട് ഞാൻ ബസ് വാങ്ങുന്ന ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോവാൻ നോക്കുന്ന സമയത്താണ് കയ്യിൽ അതിന് മാത്രമുള്ള കാശും ഇല്ല ഈ പറയുന്ന മനുഷ്യന്റെ അടുത്ത്. അപ്പൊ ഇറങ്ങി പോകാൻ നോക്കുന്ന സമയത്താണ് NE ബലറാമാണ് KFC വഴി എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ KSFE വഴി എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ബസ് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഈ ചെയ്തു കൊടുക്കുന്ന സംഭവത്തിൽ ബസ് പിന്നീട് പൊളിയുന്നു. ആ പൊളിയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിച്ചത് അവിടുത്തെ CITU തൊഴിലാളികളാണ്. ഇതാണ് പിന്നീട് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയായിട്ട് മാറിയത്. ഓർക്കുന്നുണ്ടാവുമല്ലോ, മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന പടമാണത്. ഈ ഇങ്ങനെ വരുന്ന ഓരോ സംഭവത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ജീവിതം തൊട്ടറിഞ്ഞ് സംസാരിച്ചിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പാട്ടം ശ്രീനി എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത് കാണേണ്ടതെന്ന് പറയാൻ നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിലയിരുത്തുക എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന മൂല്യച്യുതി സംഭവിക്കുകയും ആ മൂല്യച്യുതി സംഭവിച്ചതിന്റെ ഭാഗമായി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരാളായിട്ടാണ് വാസ്തവത്തിൽ ആര് നിൽക്കുന്നത്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അയാളാണ് ഈ പറയുന്ന മോഹൻലാലിന്റെ മുൻപിൽ വന്നിട്ട് എന്ത് പറയുക, അങ്ങേയറ്റം കളവാർന്നിരിക്കുന്ന ഒരു സാധനം അഭിനയം എന്നല്ല കാപട്യത്തിലൂടെ അയാൾ ഒരു വിശുദ്ധനായ വിശുദ്ധനായിരിക്കുന്ന ഒരാളാണ് എന്നും 3ാം തവണയും വീണ്ടും അവർക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതയെ മോഹൻലാലിന്റെ പോപ്പുലാരിറ്റിയിൽ നിന്ന് തന്റെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമായി വാസ്തവത്തിൽ ടീസർ മാറുകയാണ് ഉണ്ടായത്. ഇതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഘടകം അതാണ് സാരം. ഈ ഒരു വസ്തുതയിൽ നിന്നുകൊണ്ട് വേണം പാട്ടം ശ്രീനിയുടെ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാമെങ്കിൽ, ഈ പാട്ടം ശ്രീനിയുടെ ഈ ഒരു നന്മയുടെ ഭാഗമായതുകൊണ്ടാണ് പാട്ടം ശ്രീനി എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പാട്യം വന്ന സ്ഥലത്ത് നിന്ന് പാട്യം വന്ന പേര് പോലും അയാൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പാട്യം വന്ന പേര് പോലും ഇത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ പിതാവ് CPI ആയിരുന്നു. അവിടെയുള്ള ആളുകൾ മെജോറിറ്റിയും CPIM ആണ്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും ഉണ്ട്. അവസാനം സഹികെട്ടിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പാട്ടം ശ്രീനി ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. ഇവിടെ സ്ഥലം വിട്ട് ഇവിടത്തേക്ക് വന്ന് എറണാകുളത്തേക്കാണ് പോകുന്നത്. ഈ എറണാകുളത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ പിന്നീട് അറിയപ്പെടുന്നത് ശ്രീനിവാസൻ എന്ന ഒറ്റ പേരിൽ മാത്രം തന്നെ അയാൾ അറിയപ്പെടുകയും പിന്നീട് ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പാട്യം എന്ന് പറയാൻ സാധനമാണ് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്ത്. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അദ്ദേഹം ഈ പാട്യം എന്ന പേര് പോലും അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ നിന്ന് അയാൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഈ ഒഴിവാക്കിയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അവിടെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് KP ശ്രീധരൻ മാസ്റ്റർ. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന CPM പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന പാട്യം പഞ്ചായത്ത് KP കപ്പട മീശൻ വെച്ചിരിക്കുന്ന CR മാഷ് മീഡിയയിൽ വെച്ചിരിക്കുന്നത്. ഈ ശ്രീധരൻ മാഷുമായിട്ടായിരിക്കുന്ന ചർച്ചയിലൂടെയാണ് ഈ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ പോലും ഒരുങ്ങുന്നത്. ഈ CR മാഷാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരൊറ്റ കാറ് മാത്രം ഉണ്ടായിരുന്ന കാലം, അടിവരെയാണ്, ഒറ്റ കാർ മാത്രം ഉണ്ടായിരുന്ന കാലം പാർട്ടി DC-യുടെ കാറ് RSSകാരനെ കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി കേരളത്തിലെ മുഖ്യമന്ത്രി അത് കയറിയിരുന്നതാണ്. പിന്നെ ഇറങ്ങിയിട്ടില്ല. ഈ കാറ് കൊടുത്തിട്ട് കണ്ണൂർ ജില്ല മുഴുവൻ തന്നെ ഇയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ചടയം ഗോവിന്ദനാട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ അവർ ബസ്സിനാണ് പോകുന്നത്. ഇയാൾ കാറിനാണ് പോകുന്നത്. ഈ ദേഷ്യം സഹിക്കവയ്യാതെ ഇതേ KP ശ്രീധരൻ മാസ്റ്റർ പാട്യം കൊട്ടിയോടി ടൗണിൽ വെച്ച് എന്ത് ചെയ്തു എന്ന് പറയാ, ഇയാൾ കാറാണ് വെച്ച് പോയ സമയത്ത് ഇയാളെ കാറിന്റെ ടയറിന്റെ നക്ക് മുറിച്ചു കളഞ്ഞു. അത് പിന്നീട് പഞ്ചറടി പൊട്ടിക്കാൻ കഴിയില്ലല്ലോ. അന്ന് വലിയ ബുദ്ധിമുട്ടാണ് അത് ഒട്ടിക്കാൻ. പിന്നെ കൂത്തുറമ്പിൽ കൊണ്ടുപോകണം, കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകണം. ഈ പ്രവൃത്തി ചെയ്യുന്ന ചിത്രം പോലും ആരെ മുമ്പിലുണ്ടെന്ന് അറിയോ? ഈ ചിത്രമെല്ലാം തന്നെ കൃത്യമായും പാട്യം ശ്രീനി എന്ന് പറയുന്ന ഒരു അതുല്യനായ പ്രതിഭയുടെ മുമ്പിലൂടെ കടന്നുപോയിരിക്കുന്ന വളരെ വികാരപരമായ ചിത്രങ്ങളാണ്. ഈ ഒരു ചിത്രം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാം ഇപ്പൊ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവില്ല, CKP പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പഴയ കാലത്ത് തളിപ്പറമ്പിൽ MLA ആയിരിക്കുന്ന ഒരു മനുഷ്യൻ 2 കിഡ്നി തകർന്നിട്ട് തളിപ്പറമ്പ് കുഞ്ഞുമംഗലത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുന്ന അദ്ദേഹം
അദ്ദേഹത്തെ കാണാൻ ആര് പോകുന്നു? ഈ പാറ്റംശ്ശേരി പോകുന്നുണ്ട്, പാട്ടശ്ശേരി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാണാൻ പോയത്? ഒറ്റ വിഷയം കൊണ്ടാണ്. പരമദരിദ്രനായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിത രീതിയും ജീവിത ക്രമവും എന്താണ് എന്ന് അടിവരയിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന എന്താ പറയാ പരമസാത്വികരായ CK പത്മനാഭനെ കാണാൻ പാട്ടംശ്ശേരി ചെല്ലുന്നത്. അപ്പൊ ഇത് ഞാനിത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന അറിയാം, കളവും കാപട്യവും ചതിയും വഞ്ചനയും നടത്തി പൊതുസമൂഹത്തെ മുഴുവൻ തന്നെ എന്താ പറയാ നാശോന്മുഖമായ ജീവിതത്തിലേക്ക് പെരുംവഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന ഒരു സംഭവത്തെ മറച്ചു പിടിക്കാനാണ് ഈ ടീസർ വാസ്തവത്തിൽ ഏതിലൂടെ ഉപയോഗിക്കുന്നത്? മോഹൻലാലിന്റെ പിന്നെ എന്താ പറയാ പോപ്പുലാരിറ്റിയിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഓരോ തവണ ശ്രമിക്കുന്ന എല്ലാ സംഭവത്തിന്റെയും ഭാഗമായി വരുന്ന സംഭവം എന്തായിത്തീരുകയാണ്? ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? അതെന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് കൺസ്ട്രക്ഷൻ ആണ്, അതായത് നിർമ്മാണം. ഈ കൺസ്ട്രക്ഷന്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് വരുന്നുണ്ട്? അത് കൃത്യമായിട്ടുള്ള പേയബിൾ കമ്മീഷൻ ഇതിനകത്തേക്ക് ഇയാളുടെ മകളുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ ഫണ്ടിലേക്ക് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി ഊർന്നിറങ്ങുകയാണ്. ഈ രണ്ടും കൂടി ചേർന്നിരിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനമാണ് ഇയാൾ ഈ കേരളത്തിൽ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കൺസ്ട്രക്ഷൻ, കമ്മീഷൻ, ദെൻ കമ്മ്യൂണിസം. ഇതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും CPM എന്ന് പറയുന്ന കേരള ലീഡർഷിപ്പിന്റെയും ഒരു പൊതു പദ്ധതിയുടെ രൂപരേഖ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അടിവരയിട്ട് പറയുന്ന സാധ്യതയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്നലെയാണല്ലോ ക്യാബിനറ്റ് യോഗം അവസാനമായി ചേർന്നത്. അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിൽ വെച്ച് എന്ത് തീരുമാനിക്കുകയാണ്? 36 വയസ്സ് എന്നുള്ള PSC എന്ത് ചെയ്യുന്നത് 40 വയസ്സാക്കി ഉയർത്തി. കേൾക്കുമ്പോൾ വളരെ ഗംഭീരമല്ലേ? ആരെങ്കിലും ഒരാൾ ചോദിച്ചോ 1ാം റാങ്ക് ലിസ്റ്റ് പിന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിനകത്ത് 1ാം റാങ്കുകാരിയായി 1ാം റാങ്കുകാരിക്ക് നിയമനം കിട്ടാതിരിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ കേരളം, അല്ലേ? വാവിട്ട് നിലവിളിക്കുകയും പിന്നീട് വിതുമ്പി പൊട്ടിക്കരയുകയും ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം, ഒരു ടീച്ചറുടെ ചിത്രം നമ്മൾ എത്ര തവണ TV കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ? അവരെ പോലുള്ളവരുടെ ജീവിതത്തെ അഡ്രസ് ചെയ്യാതെ 40 വയസ്സുള്ള ആളുകൾക്ക് ഞാൻ ജോലി കൊടുത്താൽ PSC എഴുതാൻ കൊടുക്കുമെന്ന് പറയാവുന്ന ബടായി വിടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അർത്ഥം? ആ അർത്ഥം ഇത് പറ്റിക്കലാണ്. ഈ പറ്റിക്കലിനും കൂടിയാണ് ആരുപയോഗിച്ചത്? മോഹൻലാലിന്റെ പോപ്പുലാരിറ്റിയെ ഈ മനുഷ്യൻ ഉപയോഗിച്ചത്, അല്ലേ? ഇനി വേറെന്ത് വരുന്നു? ഈ കേരളത്തിലുണ്ടായിരിക്കുന്ന 77 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഏതാണ്ട് 1 കോടിയോളം വരുന്നത്, 1.5 കോടിയോളം വരാവുന്ന ഡാറ്റ മോഷ്ടിച്ചു. ഈ ഡാറ്റ മുഴുവൻ തന്നെ മോഷ്ടിച്ചിട്ട് ഈ സാധനം ചെയ്തപ്പോ ഇതിനും ആരെയാണ് ഉപയോഗിച്ചത്? ഈ മോഹൻലാൽ എന്ന് പറയാവുന്ന നടന്റെ പോപ്പുലാരിറ്റിയാണ് ഇയാൾ ഇതിനും ഉപയോഗിച്ചത്. അവസാനം എന്തായി? കോടതിയിൽ നിന്ന് ചെവിക്ക് പിടിച്ച് ചൊട്ട് കിട്ടിയ ആൾക്ക്, അല്ലേ? ഈ പറയുന്ന അതായത് ഓരോ സംഭവവും നമ്മളിങ്ങനെ ചെയ്യുന്നേരം എന്താ പറഞ്ഞാൽ ആ സംഭവം വാസ്തവത്തിൽ എന്താണ് വാസ്തവത്തില് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയും ഓർവെല്ലിയൻ സൊസൈറ്റി അല്ലെങ്കിൽ ഓർവെല്ലിയൻ സ്റ്റേറ്റ് ആണിത്. ഇതിന്റെ ഫലം എന്താണെന്നറിയോ നിങ്ങള്? കേരളത്തിലെമ്പാടുമുള്ള ദരിദ്രരായിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും അതോടൊപ്പം തന്നെ 5 ലക്ഷത്തിൽ പരം വരാവുന്ന സർക്കാർ ജീവനക്കാരുടെയും വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് ഇയാളുടെ കണ്ണുകൾ, ഇയാളുടെ ദ്രംഷ്ടകൾ അല്ലെങ്കിൽ ഇയാളുടെ കിങ്കരന്മാരുടെ സംഭവങ്ങൾ പാഞ്ഞു ചെല്ലുകയാണ് ഇവിടെ. അങ്ങനെ അവരെ അനങ്ങാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് വരിഞ്ഞു കുറുക്കുന്ന ഓർവെല്ലിയൻ സ്റ്റേറ്റിനെയാണ് ഇയാൾ ഈ ഡാറ്റാ മോഷണത്തിലൂടെ ചെയ്ത്. ഇത് നേരത്തെ നമ്മുടെ രമേശ് ചെന്നിത്തല സ്പ്രിംഗർ അഴിമതിയിലൂടെ കേരളത്തിലെ നിയമസഭയ്ക്ക് ഏറ്റവും ഗൗരവപരമായി ഉയർത്തിയിരിക്കുന്ന ആരോപണമാണ്. ഇപ്പൊ അവസാനം ഇന്ന് രമേശ് വീണ്ടും ഒരു സാധനം കൂടി പുറത്തുവിട്ടു. ഈ ഡാറ്റ മോഷ്ടിക്കാൻ മുഖ്യമന്ത്രിയുടെ നേരിട്ട് കത്ത് കൊടുത്തു എന്ന് പറയുന്ന ഗുരുതരമായിരിക്കുന്ന ആരോപണവും കൂടി ഉയർന്നു വന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ ഇത്രമേൽ വരാവുന്ന അനീതികൾ, പാതകങ്ങൾ പേമാരി പോലെ പെയ്തൊടുക്കുന്ന ഒരാളുടെ ഒരാളെ കുറിച്ച് ഒരു സംഭവം എഴുതാൻ ഇതുപോലുണ്ടായിരിക്കുന്ന ഒരു നടന്റെ പോപ്പുലാരിറ്റിയെ ഉപയോഗിച്ചിട്ട് വോട്ട് നേടുക എന്ന് പറയുന്നത് അത് ഫലത്തിൽ എന്തായിത്തീരുന്നോ? അത് മാരകമായ തിരിച്ചടി ഈ മനുഷ്യനുണ്ടാക്കാൻ പോവുകയാണ് ശരിക്കും. ഇതിനേക്കാൾ പ്രധാനമായിട്ട് വേറൊന്നും അറിയുകള് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ എല്ലാം രൂപരേഖ എന്താണ് വാസ്തവത്തിൽ? ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് സാധാരണ മാർക്സിന്റെ മാനിഫെസ്റ്റോ സംബന്ധിച്ച് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ ഭൂതം പിടികൂടിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ശരിക്ക് ഈ കേരളത്തിൽ പിടികൂടിയിരിക്കുന്ന ഭൂതം ഏതാണ്? കേരളത്തിന്റെ അകത്തളങ്ങളിലേക്ക് അടക്കം ഡാറ്റാ മോഷണത്തിലൂടെ കടന്നു കയറിയിരിക്കുന്ന ഭൂതം ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഭൂതമാണ്. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഭൂതമാണ്. മുഴുവൻ ആളുകളെയും 78 ലക്ഷത്തിൽ പരമാവുന്ന ആളുകളുടെ അകത്തളങ്ങളിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഈ ഭൂതം കപ്പനെ പടന്നു കയറുകയാണിത്. ഈ പടന്നു കയറിയിരിക്കുന്ന ജനത്തിന്റെ വികാരത്തിനെ മുഴുവൻ അടിച്ചിറക്കാൻ മാത്രമുണ്ട്. അതൊരു വലിയ പൊതുജന വികാരം സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്നിരിക്കുന്ന സംഭവത്തെ ഈ ടീസർ എന്ന് പറയുന്ന സംഭവം കൊണ്ട് ഒരു കാരണവശാലും അത് മറച്ചു പിടിക്കുക സാധ്യമാവില്ല എന്നാണ് പിന്നെ മേഡം എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ 2 ടീസറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ. ഉമ്മൻചാണ്ടിയുടെ പിന്നെ ആ സംഭവം എന്ന് പറഞ്ഞാൽ അത് അത്രയും ജനകീയനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്.
അത്രയും അതെ. ജനകീയനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ കേരളം അതിൽ സാക്ഷ്യം വഹിച്ചതാണ്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ മനുഷ്യന്റെ പിന്നെ കസേലക്കകത്ത് എഴുതുകയാണ്. സെക്രട്ടറിയുടെ കസേലക്കകത്ത് ഒരു ഭ്രാന്ത്, ഒരു അത്യാവശ്യം തലക്ക് എന്തോ ഒരു ചെറിയ ഒരാൾ കയറി ഇരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി ചിരിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലേ? അതെ. ഉമ്മൻചാണ്ടി ചിരിക്കുകയാണ് ചെയ്തത്. കാരണം അത് അയാളുടെ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണ്. അയാൾക്ക് പിന്നെ ചെറിയ തോതിലുണ്ടാകുന്ന മനോവിഷമം ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ കണ്ട് നമ്മളായിരിക്കും വാസ്തവത്തിൽ ഏറ്റവും വലിയ മനോരോഗികൾ. അപ്പൊ അതെന്താണ് എന്ന് തിരിച്ചറിയാതെ അങ്ങനെ ഉണ്ടാവുന്ന അത് മറ്റു രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. അതല്ല ഞാനിത് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു മനുഷ്യരോട് പെരുമാറുന്ന രീതി എന്താണ് എന്നിട്ട് ഇന്നത്തെ ദേശാഭിമാനിക്കകത്ത് വീണ്ടും വെക്കുക. ഇഷ്ടാനിഷ്ടങ്ങൾ, കരുണകൾ, ഏത് കരുണ, ആരോടുള്ള കരുണ, എന്തിനോടുള്ള കരുണ? ടി പി ചന്ദ്രന്റെ 51 വെട്ടി കൊന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ നിലവിളിക്കുമ്പോ ആ നിലവിളി കേൾക്കാതിരിക്കുന്ന ഒരാളാണോ ഈ കേരളത്തിലെ ജനകീയനായ മുഖ്യമന്ത്രി? ആണോ? എനിക്കറിയാൻ ഞാൻ ചോദിക്കുന്നതാണ്. ആണോ? ഇതുപോലെ എത്ര കുഞ്ഞുങ്ങൾ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, പ്രത്യേകിച്ച് മലബാറിന്റെ മേഖലയിൽ തെരുവോരങ്ങൾ നിലവിളിക്കുന്നുണ്ടവര്. ഇത് മുഴുവൻ തന്നെ ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങൾ ഓരോ തവണ ആവർത്തിച്ചുണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിന് പിന്നെയും വേണ്ടതെന്നൊരാൾ എനിക്ക് ഭരിക്കണമെന്നുള്ള വികാരമാണ്. ഇതെന്തിനാണ് എനിക്ക് ഭരിക്കണമെന്നുള്ള ആർത്തി ഇയാൾക്ക് വീണ്ടും ഉണ്ടാവുന്നത്? കേരളത്തെ അപ്ഗ്രേഡ് ചെയ്യാനാണോ? ആണോ? 6 ലക്ഷം കോടിയുടെ കടമാണ് കേരളത്തിന് ഈ മനുഷ്യൻ വന്നിട്ടും. 6 ലക്ഷം കോടിയുടെ കടം. ഈ കടം വരുത്തി വെച്ചിരിക്കുന്ന ഒരാൾക്ക് ഇനിയും ഈ കേരളം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 40ാമത്തെ വയസ്സിലും നിങ്ങൾക്ക് PSC പരീക്ഷ എഴുതാമെന്ന് പറയുന്ന തട്ടിപ്പ് നടത്തിയിട്ട് ഒരു സാധനം കൂടെ കൊണ്ടിട്ട് വെക്കുന്ന നേരം അതിന് മുൻപിൽ പരീക്ഷ എഴുതിയിട്ട് പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റിനകത്ത് 1ാം റാങ്ക് വന്നിരിക്കുന്ന ആൾ പോലും വാവിട്ട് നിലവിളിക്കുന്ന ഒരു കേരളത്തിനകത്ത് ഇയാൾ എന്താണ് വാസ്തവത്തിൽ ഇയാൾ കേരളത്തിൽ ചെയ്തു വെച്ചത്? ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം അഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു മഹാനടനും സംവിധായകനുമാണ് വാസ്തവത്തിൽ പാട്ടം ശ്രീനി. മഹാനടനും സംവിധായകനുമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹാനടനുമായിരിക്കുന്ന പാട്ടം ശ്രീനി ആയിരിക്കുന്ന ഈ പറയുന്ന സംവിധായകനായിരിക്കുന്ന ശ്രീനി വാതിൽ എവിടെയാണ്? ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആർക്കും സ്പർശിക്കാവുന്ന തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റാറാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ആ വലിയ നടൻ അപ്പോഴും എന്താണെന്നറിയോ? അദ്ദേഹം മാനത്തുയർന്നു നിൽക്കുന്ന ഒരു നടനാണ്. അദ്ദേഹം ഇതിന് മുകളിലാണ്. ഈ ദൂരം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഏറ്റവും ടച്ചിയ രീതിയിൽ പൊതുജനത്തിന്റെ വികാരത്തെയും അവരുടെ സങ്കടങ്ങളെയും വിഘോഷങ്ങളെയും തമാശകളിലൂടെ പറഞ്ഞവതരിപ്പിച്ച് പൊട്ടിച്ചിരിച്ച് സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ, അല്ലെങ്കിൽ ചിന്താവൃഷ്ടിയായ ശ്യാമളയിലൂടെ, ഇങ്ങനെ ഒരുപടി കഥാപാത്രങ്ങളിലൂടെ മൂപ്പർ അവതരിപ്പിച്ച് വരുമ്പോൾ അത് നമ്മളോട് കഥ പറയുന്ന, കഥ പറയുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന, നമ്മളെ അറിയുന്ന ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിച്ചതാണ്. ഈ സംസാരത്തിന്റെ ഭാഷയാണ് വാസ്തവത്തിൽ ആർക്കുണ്ടാവേണ്ടത്? ഒരു നല്ല മനുഷ്യന്, ഒരു ഇടതുപക്ഷം ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ഉണ്ടായിത്തീരേണ്ടത്. അതില്ലാതായി. അത് കൃത്യമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് നേരത്തെ ഉമ്മൻചാണ്ടി. നിങ്ങൾ ആരെത്ര എതിർത്താൽ പോലും, ഞാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയക്കാരെന്നല്ല, അതിനും വേറെ വിഷയമാണ്. പക്ഷേ ആ മനുഷ്യന് കരുണ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, അനുകമ്പ എന്ന് പറയുന്ന സംഭവമുണ്ട്, എമ്പതി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതൊന്നുമില്ലാതെകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരം നടത്തിയപ്പോ ആ സമരത്തിനകത്ത് എത്ര നിർദ്ദയമായാണ് ഇയാൾ അതിനെ നേരിട്ടത്. ഇതിന് തൊട്ട് മുൻപ് വന്നിരിക്കുന്നത് നഴ്സുമാരുടെ സമരം വന്നില്ലേ? ആ നഴ്സുമാരുടെ സമരം വന്നപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദടുത്ത് പോയപ്പോ അവരെന്താ പറഞ്ഞത്? അതും ഇതേപോലെ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് എടുക്കാതിരിക്കുന്ന നഴ്സുമാരാണ്. അത് പറഞ്ഞപ്പോ പറഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതിനകത്ത് ഒരു സ്ത്രീ സങ്കടത്തോടെ പറയുന്നതാണ്, നിങ്ങൾ ആത്മഹത്യ, ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്നാ മറുപടി പറഞ്ഞതാണ് പിന്നീട് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത. ഇങ്ങനെ വന്നിരിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് 3ാം തവണയും അധികാരത്തിൽ വരാൻ ഇതുപോലുള്ള ഒരു വലിയ നടന്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് നടത്തുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് ഈ പറയുന്ന പണിയാണ്. ഇനി ഇതെല്ലാം നോക്കിക്കോ, നിങ്ങൾ ആ ടീച്ചറിനകത്ത് നോക്കിയാട്ടെ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തേക്ക് വമ്പിച്ച ഒരു കഥാപാത്രം കടന്നു വരുന്നുണ്ട്. ആ കഥാപാത്രം ഒരു കറുത്ത നായ വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനകത്ത്, ഇല്ലേ? ഒരു കറുത്ത നായ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏത് നേതാവിന്റെ വീട്ടിലാണ് മേഡം ഇതേപോലത്തെ ഒരു പട്ടിയെ പോറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത്? എവിടെ കണ്ടിട്ടുണ്ടാ? പക്ഷെ ഇത് മൃഗസ്നേഹമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. മൃഗസ്നേഹം ആയിക്കോട്ടെ. ഇതെന്തുകൊണ്ടാണ് ഈ പട്ടിയെ പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കൾ ചിലപ്പോൾ പട്ടിയെ പോറ്റുന്നത്? അത് വേറെ വിഷയം. അത് അവരുടെ മൃഗസ്നേഹത്തിന്റെ വിഷയമാണ്. പക്ഷെ നിങ്ങളൊരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനെ, പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് പ്രതിദിനം എത്ര ആളുകൾ വരും? എന്റെ വീട്ടിൽ പ്രതിദിനം 200-250 ആൾ വരുന്ന വീടാണ് എന്റെ വീട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രതിദിനം വരുന്നതാണ്. 200-250 ആളുകളുമായി 250 ആളുകൾ എന്റെ അമ്മ ഇവിടുന്ന് ചായ കാച്ചി കൊടുക്കാറുണ്ട്, ഉള്ളവർക്ക് ചോറും കൊടുക്കലുണ്ട്. ഇതുപോലെ വരുന്നവരുടെ സ്ഥലത്ത് ഒരു പട്ടിയെ പോറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാം? വരുന്നവൻ പേടിച്ചു പോവേ.
ഈ വരുന്നിരിക്കുന്ന ഒരാളെന്താ പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തന്റെ രീതിയേ അല്ല ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് അല്ല അവർ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന് പോലും വന്നിട്ടുണ്ടാവുന്നതിനാൽ വെണ്മയുണ്ടാവില്ല. അവരിട്ടിരിക്കുന്ന ഷർട്ട് പലപ്പോൾ വിയർപ്പ് നാറുന്നതായിരിക്കും. ദാരിദ്ര്യം ഉണ്ടാവും, എല്ലും തീറ്റുണ്ടാവും, വിശപ്പ് കാരണം. ഇങ്ങനെയെല്ലാം ഉള്ള ഒട്ടനവധി മനുഷ്യന്മാരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിലേറ്റവും റവല്യൂഷണറി ആണ് എന്ന് പറഞ്ഞിട്ടാണ്, റവല്യൂഷണറി ആവും എന്ന് പറഞ്ഞിട്ടാണ് 964 ഈ സാധനം പിളർന്നത്. അതിലേറ്റവും വലിയ യോഗ്യനാണെന്ന് പറഞ്ഞിട്ടുള്ള വിദ്വാനാണ് ഇപ്പൊ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഈ കപട നാടകം മുഴുവൻ അഭിനയിക്കുകയും ചെയ്തത്. ഇയാളുടെ വീട്ടിനകത്ത് ഈ പറയുന്ന പട്ടിക്ക് മുമ്പേ മറ്റൊരു പട്ടി ഉണ്ടായിരുന്നു ഇവിടെ. ആ പട്ടിയുടെ പേരാണ് മൂത്തി. ഈ പട്ടിയുടെ പേരെന്താണെന്ന് അറിയില്ല, ഈ സാധനത്തിന്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. ആ മൂത്തി എന്ന് പറയുന്ന നായി, അതായത് എന്താ പറയാ പോമേറിയനാണ്. ആ പട്ടിയെ കെ സുധാകരൻ, കണ്ണൂർ DCCയുടെ പ്രസിഡന്റ് ആക്കുന്ന കെ സുധാകരൻ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ കണ്ണൂർ ഏറ്റവും വലിയ ഗംഭീരമായ കുഴപ്പമുണ്ടാക്കിയത്. അന്ന് സായാഹ്നം എന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ അകത്ത് അതായത് പട്ടിപുരാണെന്ന് പറയുന്ന ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു മോക്കറി സാധനം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഈ സംഭവം നടന്നേരോ. അന്നേ ദിവസം ഞാൻ എന്റെ സായാഹ്ന പത്രാഫീസിലേക്ക് രാവിലെ തലശ്ശേരിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്. 7:20 മറ്റേ ബസ്. അപ്പൊ ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് NBS എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ട്, നാസർ ബസ് സർവീസ്. പിണറായിലെ ഔദ്യോഗികയുടെ ബസ്സാണത്. ആ ഔദ്യോഗിക ബസ്സിന്റെ അകത്ത് സോഡവാസോട്ടൻ, സോഡവാസോട്ടൻ എന്ന് പറഞ്ഞാൽ CPI ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ കയറുമ്പോൾ ആളെ കണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇയാളിങ്ങനെ വളരെ ക്ഷുഭിതനായിട്ട് അവിടെ പുറത്താറ് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നോട് മിണ്ടാറുന്നില്ല. അപ്പൊ ഞാൻ അടുത്ത് ചെല്ലുമ്പോ ഞാൻ ചോദിച്ചു കല്യാണം അടിച്ചു. അപ്പൊ എന്റെ ധാരണ എന്താ പറയുക, ഇദ്ദേഹത്തിന് അമ്മക്ക് എന്തോ വയ്യാതെയായി എന്നുള്ള ഒരു ഉത്കണ്ഠ കൊണ്ടാണ് ഞാൻ കയറുന്നത്. ഞാൻ കയറില്ല. അപ്പൊ കയറി കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു കല്യാണത്തിനുണ്ട്, ആത്തുണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്തു കല്യാണിച്ചാളിയുണ്ട്. അപ്പൊ ഞാൻ എന്താ കല്യാണിച്ചത്? അന്നേരം പറഞ്ഞ് മോനെ മൂത്തിനെ കൊന്നു കഴിഞ്ഞ് സുധാകരനും ആളും കൊന്നു പറഞ്ഞു. കല്യാണത്തിക്ക് എന്താ സുധാകരൻ മതിന് എന്തെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തായിരിക്കുമല്ലോ സാധനം. പ്രായമുള്ളവരാണ് അവര്. പക്ഷേ ഇതില്ലാത്തൊരു കഥയാണെന്ന് ഉണ്ടാക്കിയത്. അതിനുശേഷം വന്നിരിക്കുന്നതാണ് എത്ര പട്ടികൾ പിന്നെ അതിന് ശേഷവും വന്നു. ഇത് ഓരോ തവണയും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഈ മൃഗസ്നേഹത്തിന്റെ പേര് പട്ടിയെ പോറ്റുക എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റി നിർത്തുക എന്നാണ്, പബ്ലിക്കിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. സാമുവൽ ടി കോഹൻ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിരിക്കുന്ന സയന്റിസ്റ്റ് ഉണ്ട്, വളരെ പ്രമുഖനായിരിക്കുന്ന സയന്റിസ്റ്റാണ്. ആ സയന്റിസ്റ്റിനോട് ന്യൂട്രൺ പവറിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ആ സയന്റിസ്റ്റിനോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭാര്യയാണോ മക്കളെയാണോ? അയാൾ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഞാനിത് രണ്ടുമല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആരെയാണ്? എനിക്ക് അവർ രണ്ടുപേരെക്കാൾ വിശ്വാസം ഞാൻ വളർന്ന പട്ടിയെയാണെന്നാണ് സാമുവൽ ടി കോഹൻ എന്ന് പറയുന്നത് വലിയ സയന്റിസ്റ്റ് പറഞ്ഞ സാധനമാണ്. അപ്പൊ ഈ പറയുന്ന ഇതാണോ വാസ്തവത്തിൽ മനുഷ്യത്തെ, ഇതാണോ സഹജീവി സ്നേഹം എന്ന് പറയുന്നതാണോ? അല്ല, ഒരിക്കലും അല്ല, അത് ആയിക്കൂടാ. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇതുപോലെ അത് ഇത്രയും ഗൗരവമേറിയിരിക്കുന്ന ഒരു സംഭവം അവതരിപ്പിക്കുന്നതിനും പബ്ലിക്കിന്റെ മുമ്പിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് സന്ദേശം? ആ സന്ദേശം എന്താ പറയുക, പൊതുജനത്തെ പുച്ഛമാണെന്ന് പറയുന്ന സന്ദേശമാണത്. പൊതുജനത്തെ പരമപുച്ഛമാണെന്ന് പറയുന്ന സന്ദേശമാണ്. ഇത്രമാത്രം അകന്നു നിൽക്കാൻ താല്പര്യപ്പെടുന്ന മാനസികാവസ്ഥയുള്ള ഒരാൾക്ക്, അഥവാ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മനോവൈകല്യത്തിന്റെ സാധ്യതകളുണ്ട് എന്ന് കൃത്യമായി നിരീക്ഷിക്കാവുന്ന ഒരാൾക്ക്, അധികാരം കൊണ്ട് ഭ്രാന്തായി ഉന്മാദിയായി പോയിരിക്കുന്ന ഒരാൾക്ക് അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭ്രാന്തമായ മനസ്സിന്റെ പ്രകടീകരണമായി മാത്രമേ ഈ സംഭവത്തിൽ നമുക്ക് ദൂരം നോക്കുന്നയാൾക്ക് സൂക്ഷ്മ ദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ പറ്റൂ. അവിടെ ഇത്തരത്തിലുള്ള ഒരാൾ യാതൊരു കാരണവശാലും ഈ ടീസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിന്റെ എത്ര വിശാലമായ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും തരത്തിലുണ്ടായിരിക്കുന്ന ഒരു സംഭവം, അത് മാത്രമല്ല ഉമ്മൻചാണ്ടി സാറിനെ എന്താ പറയാ അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പാടില്ലാത്തതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട്, ആ പേരെങ്കിലും ഒന്ന് മാറ്റിക്കൂടായിരുന്നു എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഞാൻ ഉമ്മൻചാണ്ടിയോളം ജനകീയനായിരിക്കുന്ന ഒരാളാണെന്ന് സ്ഥാപിക്കാനുള്ള ദുഷ്ടബുദ്ധിയുടെ ഭാഗവും കൂടിയാണിത്. 100 ജന്മം ജനിച്ചാൽ ഇയാൾക്ക് അതാവാൻ കഴിയില്ല, അയാൾക്ക് അതാവാൻ കഴിയില്ല. അതുകൊണ്ടാണ് കണ്ണൂരിൽ ആളെ വിട്ടിട്ട് ഈ ഉമ്മൻചാണ്ടി സഞ്ചരിക്കുന്ന കാറിന് നേരെ എറിഞ്ഞിട്ട് അയാളുടെ നെഞ്ചിന്റെ മേലെ കല്ല് തട്ടപ്പോ ഇതേ മുഖ്യ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഏഭ്യൻ പ്രസംഗിച്ചെന്താണെന്നറിയോ? ഇത്തരം ഒരു സാധനം പറയുന്നതിന് ഒരല്പോ തലയിൽ വറ്റു വേണം കേട്ടോ എന്ന് ഇയാൾ പ്രസംഗിച്ചാണ്. പ്രസംഗം ഞാൻ കേട്ടതാണ്. ആ പ്രസംഗം അറിയുന്നത് എന്ന് പറയാൻ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ്. അതിനകത്തെ കേസിൽ പ്രതിയായിരുന്നു തലശ്ശേരിയിലെ COT നസീർ. പിന്നീട് COT നസീറിന്റെ ഉള്ളിൽ തന്നെ മനോവിഷമം കാരണമാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടിയോട് പോയിട്ട് പറയാണ്, ഞാൻ ഇത് പറ്റിപ്പോയതാണ്, ഞാനിത് ആലോചിച്ച് ചെയ്തതല്ല എന്ന്. ഇത് പറയാൻ മാത്രം ഉണ്ടാവുന്ന ഒരു പുനർചിന്തനം നിങ്ങളുടെ മനസ്സിനകത്ത് രൂപപ്പെടുത്തുമ്പോഴാണ് അവിടെയാണ് ഒരു ലീഡർ ഉണ്ടാവുന്നത്. ഇത് അതിന് പകരം എന്താ വെറുപ്പും പകയും മറ്റുള്ളവർ നിർമ്മിക്കുന്നവൻ നേതാവല്ല. അവനൊരു അനുയായി അവന് കിട്ടുന്നത് അലവിലാദികളെ മാത്രമേ അവന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ ടീസർ എന്ന് പറയുന്ന സാധനത്തെ ഇതൊന്നും തമ്മിൽ ഒരിക്കലും തന്നെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. തീർച്ചയായും അത് ഈ പറയുന്ന ടീസർ ഒന്നും അയാളെ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു കാരണവശാലും രക്ഷിക്കാൻ പോകുന്ന ഒരു സംവിധാനമായി മാറാനും പോകുന്നില്ല എന്നാണ് മാഡം എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം.
അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കാം വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് എന്തായാലും പുതിയൊരു വിഷയമായി വീണ്ടും ഇരിക്കാം. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.